ബർത്ത്ഡേ സെലിബ്രേഷനുള്ള ഒരുക്കമാണ്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നുണ്ടോ എന്ന് നോക്കുന്ന മമ്മി. ഇതെല്ലാം എനിക്ക് കാണാൻ പറ്റുമെന്ന് മനസ്സിലാക്കാത്ത എൻ്റെ ഭർത്താവും കുഞ്ഞും മമ്മിയും. ഇവർ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാ പ്ലാനും എന്താണെന്നുള്ളത് എനിക്ക് നേരത്തെ മനസ്സിലായി. പക്ഷേ ഇതൊക്കെ എനിക്ക് മനസ്സിലാവാത്തതുപോലെ ഞാൻ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല ബർത്ത്ഡേയുടെ തലേ ദിവസം ബർത്ത്ഡേ ആഘോഷിക്കുമെന്ന്. പക്ഷേ എനിക്ക് എല്ലാ ക്ലൂകളും കിട്ടിയിരുന്നു ഇവരെന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത്. ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഞാൻ വണ്ടിയിലൂടെ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ കണ്ടു. ഞാൻ അവിടെ ഓടിച്ച് നിൽക്കുകയാണ്. ജോമോൾ എവിടെയാണെന്ന് അറിയാൻ പാടില്ല. ഞാൻ വിചാരിച്ച അവൾ ഇവിടെ ഓടിച്ച് നിൽക്കുന്നുണ്ടെന്ന്. പക്ഷെ അവളില്ല. അവളുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. തലേന്നേ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായി കൂട്ടുകാരിയുടെ വീട്ടിലാണ് എനിക്കുള്ള സമ്മാനം ഇരിക്കുന്നത്. അതെടുക്കാനാണ് അവിടെ പോയിരിക്കുന്നത്. പെട്ടെന്നാണ് എൻ്റെ ഹസ്ബൻഡ് തീരുമാനിച്ചത് തലേന്ന് ബർത്ത്ഡേ ആഘോഷം നമുക്ക് വയ്ക്കാം, നാട്ടിൽ 12 മണിയായി എന്നാണ് അവർ പറയുന്നത്. ഈ കാണുന്നത് നൈറ്റ് ഇട്ടുകൊണ്ടിരുന്ന മമ്മി ഒരു സുപ്രഭാതത്തിൽ രാത്രി 10 മണിയായിട്ടുള്ളൂ പോയി ചുരിദാറൊക്കെ ഇട്ട് സൂപ്പർ സുന്ദരിയായിട്ട് വന്നിരിക്കുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറയണില്ല. എനിക്ക് മനസ്സിലാക്കാമല്ലോ 12 മണിയാകുമ്പോൾ കേക്ക് മുറിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നതാണ്. 12 മണിയാകുമ്പോൾ ജോമോൾ അവളുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് വരും. ഇത് നാളത്തേക്കുള്ള ഭക്ഷണം എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്ന അമ്മയും മരുമകനും. ഇത് കുഞ്ഞുമേയുടെ വക ഒരു ബർത്ത്ഡേ ഡെക്കറേഷൻ. ഇവിടെ എല്ലാവരും കൂട്ടി വെച്ച് അവളും ഇതിൽ പാട്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യുന്നതിന് അവർക്കും അറിയാൻ പാടില്ല. പക്ഷെ ഭയങ്കര തിരക്കിലാണ് കക്ഷി. തിരക്കിലാണോ? ബർത്ത്ഡേ ഡെക്കറേഷൻ ആണോ? മമ്മിയുടെ ആയിരിപ്പ് കണ്ടപ്പോൾ ഞാൻ ജോമോളെ വിളിച്ച് പറഞ്ഞു, ജോമോളെ മമ്മിയുടെ ഡ്രസ്സ് മാറിയൊക്കെ ഇരിക്കുകയാണ്, നിങ്ങൾ എന്തായാലും കേക്ക് മുറിക്കാം, സർപ്രൈസൊക്കെ പൊളിഞ്ഞു എന്ന്. ഇവളൊരു ഗിഫ്റ്റ് ഹാമ്പർ ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് നേരത്തെ ക്ലൂ കിട്ടിയിരുന്നു. 2-3 ആഴ്ചയായിട്ട് ഇവിടെ ഈ ഗിഫ്റ്റ് ഹാമ്പറിൻ്റെ ഏജൻസിക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തൊക്കെ ഉൾപ്പെടുത്തണം, എന്തൊക്കെ അതിനകത്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ട്. പക്ഷേ കക്ഷി അവരുടെ കോൾ വരുമ്പോൾ എന്നെ ദൂരത്തേക്ക് പോകും. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവളെനിക്ക് വേണ്ടി എന്തോ പ്ലാൻ ചെയ്യേണ്ടതാണ്. പിന്നെയും ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരെന്ത് പറഞ്ഞാലും എനിക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത്, അപ്പം ഞാൻ അഭിനയിക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷെ അതൊന്നും ഇവർക്ക് അറിയാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. ഇവരുടെ വിചാരം ഇവരെനിക്ക് സർപ്രൈസാണ് തരുന്നത് എന്നാണ്. പക്ഷെ ഇതിനകത്ത് എന്താണെന്ന് എനിക്കറിയത്തില്ല. അത് സർപ്രൈസ് ഇത് ഒരു 11 കിലോ വരുന്നൊരു പെട്ടിയായിരുന്നു. അത് പൊക്കിയപ്പോഴത്തേക്കും ഏകദേശം എൻ്റെ നടു തീരുമാനമായിട്ടുണ്ട്. ഞങ്ങളപ്പോൾ അങ്ങനെ കേക്ക് മുറിക്കാൻ പോവുകയാണ്. കുഞ്ഞുമേരി കേക്ക് മുറിക്കാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ എൻ്റെ അടുത്ത് നിന്നാണ് ഇപ്പോൾ നിങ്ങളൊരു കാഴ്ച കാണും. ഓടിപ്പോകുന്ന കുഞ്ഞുമേരി, പേടിച്ചു പോയി കുഞ്ഞുമേരി ക്യാൻഡിൽ കത്തിച്ചപ്പോൾ. പക്ഷേ ആ ക്യാൻഡിൽ കത്തിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോ എടുക്കണമായിരുന്നു. അത് കാരണം അവളുടെ കരച്ചിലിനെ ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ടു യു. എനിക്ക് 31 വയസ്സാവുകയാണ് ഈശ്വരത്തിൽ. ഈശ്വര കിടതിയായി എന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ട്രെയിനായി തുടങ്ങിയിരിക്കുന്നു. ഇതാണ് എനിക്ക് വേണ്ടി ഒരു കരുതി വെച്ച കേക്ക്. ഇതാ പിന്നെയും ഞാൻ. ഇതാണ് ഹസ്ബൻഡിൻ്റെ ഗിഫ്റ്റ്. ഇവൻ എന്നോട് പറഞ്ഞു ഞാൻ ഗിഫ്റ്റൊന്നും തരുന്നില്ല, കഴിഞ്ഞ ആഴ്ച ഓൾറെഡി തന്നത് കൊണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് മനസ്സിലായി എവിടെയോ ഗിഫ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്.
കറക്റ്റായിട്ട് ഞാൻ ബെഡ്റൂമിൽ പോയി കഴിഞ്ഞപ്പോൾ ആൾ ഗിഫ്റ്റ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സ്ഥലം കണ്ടു. അവിടെയും ഇവർക്ക് ചതിക്കപ്പെട്ടു. പിന്നെയും എന്താണ് അവരുടെ ഗിഫ്റ്റ് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാനത് തുറന്നു നോക്കിയില്ല എൻ്റെ മര്യാദയ്ക്ക്. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് എനിക്ക് തന്നാൽ മതി, നമുക്കപ്പോൾ നോക്കാം എന്നും പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് പോന്നു. ഇത് ജോമമ്മയുടെ 11 തീയതിയുള്ളൊരു ഗിഫ്റ്റ്. ഇനി ഇത് തുറക്കുന്ന ഒരു ചടങ്ങുണ്ട്, അത് നമുക്ക് ഇപ്പോൾ തന്നെ കാണാം. എന്താ നിങ്ങളിപ്പോൾ കാണും. ഇതൊരു ടോപ്പാണ്. അതാണ് എൻ്റെ കിട്ടിയ ഗിഫ്റ്റ്. കുറേ അന്വേഷിച്ച് പോയി കണ്ടുപിടിച്ച് കൊണ്ടുവന്നതാണ്. പോയി ഒരുപാട് നടന്നു. ഡാർക്ക് ഫാൻസിൻ്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റാണ് ബൂസ്റ്റ്. ഞാൻ ഇന്നും ഒരു ദിവസം പറഞ്ഞു ബൂസ്റ്റ് വലിയ, അപ്പം അന്ന് അവൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഗിഫ്റ്റായിട്ട് ബൂസ്റ്റ് തന്നിരിക്കുന്നു. ഒരു നൊസ്റ്റാൾജി ആയിരുന്നത്. പിന്നെ ഒരു പെർഫ്യൂമ്. അത് കഴിഞ്ഞ് നമ്മൾ ഗവൺമെൻറ് ഗിഫ്റ്റ് തുറക്കാൻ പോവുകയാണ്. നല്ല അടിപൊളി പാക്കിംഗ് ആയിരുന്നു. ഇത് നാട്ടിൽ നിന്ന് അവിടെ വരുത്തിച്ചതാണ്. ഏതോ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര് മറന്നുപോയി. എന്തായാലും അവരുടെ പാക്കിങ് അടിപൊളിയായിരുന്നു. ഈ പെട്ടിക്കോ അതിനകത്തുള്ള സാധനങ്ങൾക്കോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈവൻ ഇതിന് കൊടുത്ത ഡെക്കറേഷൻ പോലും വളരെ ഭംഗിയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു ഹാമ്പർ, ഇത്രയും വലിയ ഹാമ്പർ ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. ഇതിന് മുമ്പ് എനിക്കൊരു ഹാമ്പർ കിട്ടിയിട്ടുണ്ട്, എൻ്റെ ഹസ്ബൻഡ് തന്നു. പക്ഷെ അത്രയും വലുതായിരുന്നില്ല. ഇത് ഭയങ്കര വലുതാണ്. ഒരുപാട് സാധനങ്ങളായിരുന്നു ഇതിനകത്ത്. ഞാനിപ്പോൾ ഈ പൊട്ടിക്കുന്ന ആ സിൽവർ ബോക്സിനകത്ത് ഒരു എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല, കുറച്ച് കമ്മലുകളും കുറച്ചധികം മാലകളും കുറച്ചധികം വളകളൊക്കെ ആയിട്ടുള്ളൊരു ബോക്സായിരുന്നു അത്. പിന്നെ ഫോട്ടോ ഫ്രെയിം ഈ വീഡിയോയിൽ പിന്നെ ഒരെണ്ണം കാണിക്കുന്നുണ്ട്. ഒരു വേറൊരു ഫ്രെയിമും കൂടി ഉണ്ട്. നിറച്ച് ചോക്ലേറ്റ്സ്, നട്ട്സ്. ഞാൻ അവിടെ ചെയ്ത് പറയായിരുന്നു, ഈ ചോക്ലേറ്റൊക്കെ ഇവിടെ കിട്ടാനായിട്ടാണോ നിങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചിട്ട്. പിന്നെ ഒരു നല്ല അടിപൊളി സാരി. അതൊന്നും ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ കുഞ്ഞിക്ക് ഡോൾസ്, പിന്നെ പെർഫ്യൂം, ബോഡി കെയർ ഷാമ്പുകൾ, പിന്നെ ഫൗണ്ടേഷൻ, മേക്കപ്പ് സെറ്റ് എന്ന് വേണ്ട ഒരു ലോഡ് സാധനങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു ഗായ്സ്. ഞാൻ എന്നെ ഒന്ന് പേടിച്ചു പോയി. ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം കാണാൻ പറ്റും. ഇതൊരു പേഴ്സാണ്. ഞാൻ ഈ പേഴ്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് ഈ പേഴ്സ് കുഞ്ഞുമേരിക്കും വേണം മമ്മിക്കും വേണം എന്ന് പറഞ്ഞു. എൻ്റെ പോലെ ഞാൻ നോക്കി. മമ്മി ആദ്യം അടിച്ചു കൊണ്ടുപോയി. കുഞ്ഞുമേരിനെ നോക്കുക. ഇപ്പൊ പിണങ്ങും ഇനിയൊരു പോക്കുണ്ട് ഗൈസ്. നമ്മൾ പറയും പേഴ്സ് തരാൻ കുഞ്ഞുമേരി ഓടിവായോ എന്ന്. ഞാൻ പേഴ്സ് കൊണ്ട് കെട്ടിപ്പോയി. അത് പോയി അതേപോലെ തിരിച്ചു വരും.